ഗുഡ് ആഫ്റ്റർനൂൺ. മാർക്കറ്റ് വ്യൂവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം ഹെഡ്ലൈൻസ്. ആഴ്ചയിലെ അവസാന വ്യാപാര ദിവസത്തിൽ ആവേശമില്ലാത്ത വിപണികൾ. സെൻസെക്സ് 670 പോയിന്റ് താഴ്ന്നു. നിഫ്റ്റി 21,300 പോയിന്റിന് താഴെ. വിപണിയിൽ പ്രഭാവമുണ്ടാക്കാതെ കമ്പനികളുടെ മൂന്നാം പാദ ഫലങ്ങളും. ഹിൻഡൻബർഗ് റിപ്പോർട്ടിന്റെ ഒന്നാം വാർഷികത്തിൽ പ്രതികരിച്ചു ഗൗതം അദാനി. ഗ്രൂപ്പ് ശക്തമായി തിരിച്ചുവന്നെന്നും ഇന്ത്യയുടെ വളർച്ചയിൽ തങ്ങളുടെ സംഭാവനകൾ തുടരുമെന്നും അദാനി. ഹൽവ സെറമണിയോടെ ബജറ്റ് തയ്യാറാക്കുന്ന ഉദ്യോഗസ്ഥരുടെ നിർബന്ധിത ലോക്ക് ഇൻ പീരീഡിന് തുടക്കമായി. ബജറ്റിന്റെ രഹസ്യ സ്വഭാവം സൂക്ഷിക്കാൻ ഉദ്യോഗസ്ഥർ നോർത്ത് ബ്ലോക്കിൽ തുടരും. ഇത്തവണയും കടലാസ് രഹിത ബജറ്റ്. എല്ലാ ബജറ്റ് രേഖകളും യൂണിയൻ മൊബൈൽ ആപ്പിൽ ലഭ്യമാകുമെന്ന് ധനമന്ത്രാലയം. ശുദ്ധവും സുസ്ഥിരവുമായ ഓട്ടോമോട്ടീവ് ഭാവിക്കായുള്ള പ്രഖ്യാപനങ്ങൾ ഇടക്കാല ബജറ്റിലുണ്ടാകുമെന്ന് സൂചന. സാമ്പത്തിക പ്രോത്സാഹനങ്ങളും നയക്രമീകരണങ്ങളും പ്രതീക്ഷിച്ച് ഇലക്ട്രിക് വാഹന മേഖല. ലിഥിയം അയൺ ബാറ്ററി പാക്കുകൾക്കും സെല്ലുകൾക്കും GST 18% നിന്ന് 5% കുറയ്ക്കണമെന്ന ആവശ്യം പരിഗണിച്ചേക്കും. ചൈനീസ് വിപണിയിൽ സർക്കാർ വിലക്കുകൾ അതിജീവിച്ച ഐഫോൺ. നാലാം പാദത്തിൽ ഐഫോൺ ഒന്നാമതെന്ന് മാർക്കറ്റ് ട്രാക്കിംഗ് ഗ്രൂപ്പ് IDC. കയറ്റുമതിയിൽ 2.1% കുറവ്. ചൈനീസ് കമ്പനി വാവേയുടെ കയറ്റുമതിയിൽ 36% കുതിപ്പ്. ഡൽഹി എയിംസിലെ സ്മാർട്ട് കാർഡ് സംവിധാനം എല്ലാ വിഭാഗങ്ങളിലേക്കും ഏപ്രിൽ 1 മുതൽ പ്രാബല്യത്തിലാകും. ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനത്തിലേക്ക് മാറുന്നതും രോഗികളുടെയും കൂട്ടിരിപ്പുകാരുടെയും സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതും ലക്ഷ്യം. എല്ലാ പണമടയ്ക്കലുകളും സ്മാർട്ട് കാർഡ് ഉപയോഗിച്ച് പേയ്മെന്റ് എൻഡ് പോയിന്റുകളിൽ സ്വീകരിക്കും. ബജറ്റുകൾ വരാൻ പോവുകയാണ്. കേന്ദ്ര ബജറ്റ് ഫെബ്രുവരി 1-ാം തീയതിയും സംസ്ഥാന ബജറ്റ് ഫെബ്രുവരി 5-ാം തീയതിയും വരാൻ പോവുകയാണ്. അതൊരു വോട്ട് ഓൺ അക്കൗണ്ട് ആണോ ഇത്തവണ കേന്ദ്ര ബജറ്റ്, അതോ ഇടക്കാല ബജറ്റോ എന്ന് ഉറ്റുനോക്കുകയാണ് എല്ലാവരും. വോട്ട് ഓൺ അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മാസത്തെ ചെലവുകൾ മാത്രം പെട്ടെന്ന് പറഞ്ഞു പാസ്സാക്കുന്നു. എന്നാൽ ഇടക്കാല ബജറ്റ് ആകുമ്പോൾ ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും. ധനമന്ത്രി പറയുന്നത് ഇതൊരു വോട്ട് ഓൺ അക്കൗണ്ട് ആയിരിക്കും. എന്നാലും ഒരു തെരഞ്ഞെടുപ്പ് വർഷം ആയതുകൊണ്ട് തന്നെ ചില പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഇന്ത്യൻ പ്രവാസികൾക്ക് കടിഞ്ഞാണിടാനുള്ള തൊഴിൽ വിസ ചട്ടം UAE നീക്കി എന്ന ഒരു വാർത്ത, അത് അത്തരത്തിലൊരു സൂചനയും വരുന്നുണ്ട്. ഇനി നമ്മൾ വിപണിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇന്ന് വിപണികളിൽ ഇടിവ് തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 21,273 ഒരു സൈക്കോളജിക്കൽ ലെവലായ 21,300 താഴെയാണ് നിഫ്റ്റി അഥവാ ദേശീയ ഓഹരി വിപണി വ്യാപാരം തുടരുന്നത്. 180 പോയിന്റ് താഴ്ന്ന്. അതേപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിൽ ഇന്ന് വലിയ ഇടിവാണ്. കഴിഞ്ഞ ദിവസം HDFC ബാങ്ക് അടക്കമുള്ള ഓഹരികൾക്ക് ഒരു മുന്നേറ്റം ഉണ്ടായിരുന്നു. ഇന്ന് പകരം ഇടിവാണ്. ഏകദേശം 600 പോയിന്റ് 599 പോയിന്റ് ഇടിഞ്ഞ് 44,483 വ്യാപാരം നടക്കുന്നത്. നിഫ്റ്റി ഫൈനാൻഷ്യൽ സർവീസസും അതേപോലെ തന്നെയാണ് കാണിക്കുന്നത്. ഇനി നമ്മൾ ബോംബെ ഓഹരി സൂചികയിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ 693 പോയിന്റ് താഴ്ന്ന്, അതായത് 700ഓളം പോയിന്റ് ഇടിഞ്ഞ് 70,366 73,000 എന്ന് പറയുന്ന നമ്പറൊക്കെ കടന്ന വിപണിയാണ് ഇപ്പോൾ ഈ രീതിയിൽ താഴ്ന്ന വ്യാപാരം നടക്കുന്നത്. ഇനി ഡോളർ സൂചിക നോക്കിക്കഴിഞ്ഞാൽ ഡോളറിന് ഒരു തകർച്ചയാണ്. കഴിഞ്ഞ ദിവസവും ഡോളർ സൂചിക തകർച്ചയിലാണ് വ്യാപാരം തുടർന്നത്. ഇന്നിപ്പോൾ 2 പൈസ താഴ്ന്നാണ് വ്യാപാരം നടക്കുന്നത്. നമുക്ക് അതിഥിയുണ്ട്. ശ്രീ പോൾ തോമസ് ആണ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ DBFS. ശ്രീ പോൾ തോമസ്, ഗുഡ് ആഫ്റ്റർനൂൺ. എന്തായാലും നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ഇപ്പോൾ രാവിലെ അങ്ങ് പറഞ്ഞതുപോലെ തന്നെ വിപണികളിൽ ഒരു ചാഞ്ചാട്ടമാണ്. അതൊരു ഡൗൺവേർഡ് ട്രെൻഡാണ് കാണിക്കുന്നത്. ഇതിൽ US നിന്നുള്ള ചില സൂചകങ്ങളുണ്ട്. ചൈനയിൽ ഒരു സാമ്പത്തിക ഉത്തേജനം വരുന്നു എന്നുള്ള വാർത്തകളുണ്ട്. ചില പാദഫലങ്ങൾ അത്ര മെച്ചമല്ല. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്നാണോ ഇന്ത്യൻ വിപണികളിൽ ഇത്തരത്തിലൊരു ഡൗൺവേർഡ് ട്രെൻഡ്, അതോ ഈ പറയുന്ന ചില ആൾക്കാർ പറയുന്നത് പോലെ തന്നെ ഒരു ബേസ് ഇല്ലാത്ത വളർച്ച, അതിനെ ഒന്ന് കറക്റ്റ് ചെയ്യുകയാണോ? മാർക്കറ്റ് ഇന്ന് നമ്മൾ കാലത്ത് പറഞ്ഞ പോലെ തന്നെ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൻ്റെ എക്സ്പയറി ആണ്, അതായത് ജനുവരി മാസത്തിൻ്റെ. അതുകൊണ്ട് തന്നെ മാർക്കറ്റിലെ പൊസിഷൻസ് സ്ക്വയർ ഓഫ് ചെയ്ത് പോകേണ്ട ഒരു ദിവസമാണ് ഇന്ന്. അതുകൊണ്ട് ഈ എക്സ്പയറിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൂടുതൽ ലോങ് പൊസിഷൻസ് ഇപ്പോഴും ആൾക്കാർ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ സെല്ലിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വേണമെങ്കിൽ കുറച്ചും കൂടെ താഴെ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 21,150 വരെ വേണമെങ്കിലും നിഫ്റ്റിക്ക് താഴോട്ട് പോകാം എന്നുള്ള സാധ്യതകളാണ് ഇന്ന് കാണുന്നത്. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് അങ്ങനെ ഒറ്റയടിക്ക് താഴെ പോകുന്നില്ല. ഓരോ ലെവലിലും തിരിച്ചു കയറുകയും ഒരു ലെവലിനുള്ളിൽ തന്നെ റേഞ്ചിൽ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ 21,250-നും 21,450-നും ഇടയിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്.
ചൈനീസ് ഉത്തേജനം നമുക്ക് വളരെ പ്രതിഫലിക്കുന്നുണ്ട്. ഷങ്ങൈ ഏകദേശം 3% ഉയർന്നാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ ഹാങ്സങ് 2% ഉയർന്നാണ് നിൽക്കുന്നത്. ഇതെല്ലാം ചൈനീസ് ഉത്തേജനത്തിനുമായിട്ട് ബന്ധപ്പെട്ട മാർക്കറ്റുകളുടെ കയറ്റമാണ് നമുക്ക് കാണിക്കുന്നത്. മറ്റ് മാർക്കറ്റുകളിൽ ജപ്പാനൊന്നും കാര്യമായിട്ട് കയറ്റമില്ല ഇന്ന്. ഇന്ത്യൻ മാർക്കറ്റിലും ചെറിയ സെല്ലിങ് എക്സ്പയറിയുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. പ്രധാനമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റിയേക്കാൾ കൂടുതൽ ബാങ്ക് നിഫ്റ്റി താഴെ പോയിട്ടുണ്ട്. ഏകദേശം 1.25% താഴെയാണ്. അതുപോലെ ടെക് മഹീന്ദ്രയുടെ റിസൾട്ട് വന്നിരുന്നു. അതും നിരാശാജനകമായതുകൊണ്ട് 6%-ഓളം ടെക് മഹീന്ദ്ര താഴെ പോയി. അതുപോലെ നിഫ്റ്റി ഐ ടിയും ഏകദേശം 1.75% താഴെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഐ ടി സ്റ്റോക്സും ഇന്ന് മോശമായ ഒരു പ്രകടനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അടുത്ത ആഴ്ച തിങ്കളാഴ്ച മുതൽ പുതിയ എക്സ്പയറി ആരംഭിക്കുകയാണ്, ഫെബ്രുവരി എക്സ്പയറി. പക്ഷേ ആദ്യത്തെ 3 ദിവസങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ബഡ്ജറ്റിന് മുമ്പുള്ള 3 ദിവസങ്ങളാണ്. അതുകൊണ്ട് ബഡ്ജറ്റ് പ്രതീക്ഷയിൽ അത് ഉള്ള ഒരു പുതിയ എക്സ്പയറി തുടങ്ങുന്നതിൻ്റെയും അതുപോലെ ബഡ്ജറ്റിൻ്റെ പ്രതീക്ഷയും എല്ലാം നമുക്ക് ആദ്യ ദിവസങ്ങളിൽ തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങൾ കാണാൻ സാധിക്കും. ശരി, എന്തായാലും മാർക്കറ്റ് ഇതൊരു ഡൗൺവേർഡ് ട്രെൻഡാണ്. ഇന്ന് വ്യാഴാഴ്ചയാണ്, ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് എക്സ്പയറി ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് പൊതുവെ ഒരു ഡൗൺവേർഡ് ട്രെൻഡ് ആയിരിക്കുമെന്നാണ് ശ്രീ പോൾ തോമസ്, DBFS എക്സിക്യൂട്ടീവ് ഡയറക്ടർ പറയുന്നത്. താങ്ക് യു ശ്രീ പോൾ തോമസ്. മാർക്കറ്റ് വ്യൂവിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. വൈകുന്നേരം 4:45 വീണ്ടും കാണാം. ഇനി ബാക്ക് ടു ഹാഷ്മി.